നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോവിഡ് രണ്ടാം തരംഗത്തിൽ വിറങ്ങലിച്ച് കേരളം. പ്രതിദിന രോഗികളുടെ എണ്ണം റെക്കോർഡ് നിരക്കിൽ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.77%. 25 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. 4565 പേർ രോഗമുക്തരായി. ജില്ലയിൽ പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ വൻ വർധന. 1677 പേർക്ക് രോഗബാധ. 247 പേർക്ക് രോഗമുക്തി. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ 1597 പേർക്ക് രോഗം. വള്ളിക്കുന്ന് അരിയല്ലൂരിൽ കാർ ബൈക്കിലിടിച്ച് തിരൂർ കന്മനം സ്വദേശി മരണപ്പെട്ടു. തിരൂരിൽ മത്സ്യം കയറ്റി വന്ന ഗുഡ്സ് ഓട്ടോ മറിഞ്ഞു. മത്സ്യക്കച്ചവടക്കാരന് പരിക്ക്. തിരൂർ മണ്ഡലത്തിലെ പോസ്റ്റൽ ബാലറ്റുകൾ അയച്ചതിൽ ക്രമക്കേടെന്ന് പരാതി. അനധികൃത മദ്യവിൽപ്പന. താനാളൂർ കേപ്പുരം സ്വദേശി എക്സൈസ് സംഘം പിടികൂടി. യുവാവിൽ നിന്നും പിടികൂടിയത് 15 ലിറ്റർ മദ്യം. വിശദമായ വാർത്തകളിലേക്ക്. കോവിഡ് രണ്ടാം തരംഗത്തിൽ വിറങ്ങലിച്ച് കേരളം. പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന. 18,257 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഒരു ദിവസം രേഖപ്പെടുത്തുന്ന ഉയർന്ന കണക്കാണിത്. 24 മണിക്കൂറുടെ 1,08,898 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.77%. 25 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 4,929. 4,565 പേർ രോഗമുക്തരായി. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ നിയന്ത്രണമില്ലാത്ത വിധം വർദ്ധിച്ചു വരികയാണ്. കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരളം. പുതുതായി 18,257 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. 2,835 പേർക്കാണ് എറണാകുളം ജില്ലയിൽ രോഗം. കോഴിക്കോട് 2,560, തൃശൂർ 1,780, കോട്ടയം 1,703, മലപ്പുറം 1,677, കണ്ണൂർ 1,451, പാലക്കാട് 1,077, തിരുവനന്തപുരം 990, കൊല്ലം 802, ആലപ്പുഴ 800, ഇടുക്കി 682, പത്തനംതിട്ട 673, കാസർഗോഡ് 622, വയനാട് 605 എന്നിങ്ങനെയാണ് ജില്ലകളിലെ രോഗികളുടെ കണക്ക്. കൂട്ടപരിശോധനയുടെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വെള്ളി ശനി ദിവസങ്ങളിലായി ആകെ 3,971 സാമ്പിളുകളാണ് ശേഖരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,08,898 സാമ്പിളുകൾ പരിശോധിച്ചു. ബാക്കിയുള്ള സാമ്പിളുകളുടെ പരിശോധനാ ഫലം അടുത്ത ദിവസങ്ങളിൽ വരും. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.77%. UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ആർക്കും തന്നെ 24 മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 25 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 4,929. സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയ 269 പേർക്കും 67 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4,565 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 93,686 പേരാണ് രോഗബാധിതരായി ചികിത്സയിലുള്ളത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 2,37,036 പേർ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. കോവിഡ്-19 ജില്ലയിൽ പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ വൻ വർധന. 1,677 പേർക്ക് രോഗബാധ. 247 പേർക്ക് രോഗമുക്തി. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ 1,597 പേർക്ക് രോഗം. 41 പേർക്ക് ഉറവിടമറിയാതെ രോഗബാധ. രോഗബാധിതരായി ചികിത്സയിൽ 7,782 പേർ. ആകെ നിരീക്ഷണത്തിലുള്ളത് 23,488 പേർ. ജില്ലയിലും കോവിഡിന്റെ രണ്ടാം തരംഗം ശക്തമായി ആഞ്ഞുവീശുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു വരുന്നു. 1,677 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 247 പേർ പുതുതായി രോഗമുക്തരാവുകയും ചെയ്തു. ഇതോടെ ജില്ലയിൽ ഇതുവരെ 1,25,384 പേർ രോഗമുക്തരായി ആശുപത്രി വിട്ടു. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ 1,597 പേർ രോഗബാധിതരായി. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ആർക്കും തന്നെ മലപ്പുറം ജില്ലയിൽ ഇന്ന് രോഗം ബാധിച്ചിട്ടില്ല. ഉറവിടമറിയാതെ 41 പേർക്കും രോഗം ബാധിച്ചു. വിദേശ രാജ്യത്ത് നിന്നെത്തിയ 2 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 37 പേർക്കും രോഗം ബാധിച്ചിട്ടുണ്ട്. നിലവിൽ 7,782 പേരാണ് രോഗബാധിതരായി വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നത്. കോവിഡ് പ്രത്യേക ആശുപത്രികളിൽ 233 പേരും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 166 പേരും കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 157 പേരും ചികിത്സയിൽ കഴിയുന്നു. ആകെ 23,488 പേർ നിരീക്ഷണത്തിലുണ്ട്. കോവിഡ് ബാധിച്ച് ഇതുവരെ ജില്ലയിൽ 625 പേരാണ് മരിച്ചത്. വള്ളിക്കുന്ന് അരിയല്ലൂരിൽ കാർ ബൈക്കിലിടിച്ച് യുവാവ് മരണപ്പെട്ടു. തിരൂർ കന്മനം സ്വദേശി റിജുമോനാണ് മരിച്ചത്. 41 വയസ്സായിരുന്നു. നിയന്ത്രണം വിട്ട കാർ ഒരു കടയുടെ മതിൽ ഇടിച്ചു നിന്നു.
പരപ്പനങ്ങാടിക്കടുത്ത് അരിയല്ലൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് സ്കൂട്ടർ യാത്രക്കാരനായ യുവാവ് മരിച്ചത്. തിരൂർ കന്മനം സ്വദേശി ചെനക്കപ്പറമ്പിൽ പരമേശ്വരന്റെ മകൻ റിജുമോനാണ് മരിച്ചത്. 41 വയസ്സായിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:45 അരിയല്ലൂർ വളവിനും MV ഹയർ സെക്കൻഡറി സ്കൂളിനുമിടയിലാണ് സംഭവം. കോഴിക്കോട് നിന്നും തിരൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടർ വള്ളിക്കുന്ന് ഭാഗത്ത് നിന്ന് വരികയായിരുന്ന കാറിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. കാർ നിയന്ത്രണം വിട്ട് പൊടുന്നനെ തെറ്റായ ദിശയിലേക്ക് പാഞ്ഞുകയറി. എതിർവശത്തെ കടയുടെ ചുമരിലിടിച്ചാണ് കാർ നിന്നത്. ഈ സമയം കട പൂട്ടി ഉടമ ഉച്ചഭക്ഷണത്തിന് പോയതിനാലും സമീപത്ത് ആളുകളില്ലാത്തതിനാലും വൻ ദുരന്തം ഒഴിവായി. പ്രഭിഷയാണ് മരണപ്പെട്ട റിജുമോന്റെ ഭാര്യ. മത്സ്യം കയറ്റി വന്ന ഗുഡ്സ് ആപ്പ ഓട്ടോ ട്രാൻസ്ഫോർമറിന്റെ കമ്പിവേലിയിൽ ഇടിച്ചു മറിഞ്ഞു. തിരൂർ ഓവർബ്രിഡ്ജിന് സമീപം വെച്ച് ഉച്ചയോടെയാണ് അപകടം നടന്നത്. വാഹനത്തിലുണ്ടായിരുന്ന തിരൂർ മാർക്കറ്റിലെ മത്സ്യവ്യാപാരി അലിക്ക് നിസ്സാര പരിക്കേറ്റു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടം നടന്നത്. താനൂരിൽ നിന്ന് മത്സ്യവുമായി വരികയായിരുന്ന KL55Y 1857 നമ്പർ ഗുഡ്സ് ആപ്പയാണ് റോഡരികിലെ ട്രാൻസ്ഫോർമറിലും സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങളിലും തട്ടി മറിഞ്ഞത്. ട്രാൻസ്ഫോമറിന് ചുറ്റിലുമായി കെട്ടിയ കമ്പികളിൽ തട്ടിയാണ് മറിഞ്ഞതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. വാഹനത്തിലുണ്ടായിരുന്ന തിരൂർ മത്സ്യ മാർക്കറ്റിലെ കച്ചവടക്കാരനായ മൂച്ചിക്കൽ സ്വദേശി കാട്ടത്ത് അലിയെ നിസ്സാര പരിക്കുകളോടെ തിരൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരക്കൊഴിഞ്ഞ ദിവസമായതിനാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഗതാഗതം പുനഃസ്ഥാപിച്ചു. കോഴിവില റോക്കറ്റ് പോലെ കുതിച്ചുയരുന്നു. ഈസ്റ്ററിന് ശേഷം മാത്രം 60 രൂപയാണ് ജില്ലയിൽ വർദ്ധിച്ചിരിക്കുന്നത്. റമദാൻ നോമ്പ് ആരംഭിച്ചിട്ടും വില കുറയുന്നില്ല. വില കുറയ്ക്കുന്നതിന് ഇടപെടേണ്ടവർ കാഴ്ചക്കാരായിരിക്കുകയാണെന്ന് ആക്ഷേപം. വിലവർദ്ധനവിന്റെ ലാഭം മുഴുവൻ കൊണ്ടുപോകുന്നത് തമിഴ്നാട്ടിലെ ഇറച്ചി ലോബിയാണ്. കഴിഞ്ഞ വർഷം അപ്രതീക്ഷിതമായി എത്തിയ കോവിഡും ലോക്ക്ഡൌണും കോഴി വിപണിയെ സാരമായി ബാധിച്ചിരുന്നു. ഇക്കുറിയും കോവിഡ് ഭീതി നിലനിൽക്കുന്നതിനാൽ ഇറച്ചിക്കോഴിയുടെ വിൽപ്പനയിൽ ഇടിവുണ്ടാകുമെന്നാണ് വ്യാപാരികൾ ഭയന്നിരുന്നത്. ഈ സാഹചര്യത്തിൽ വ്യാപാരികൾ വളരെ കുറച്ച് കോഴികളെ മാത്രമാണ് സൂക്ഷിച്ചിരുന്നത്. വേനൽ കൂടി കടുത്തതോടെ ഇറച്ചിക്കോഴി വിപണിയും ഈ റംസാൻ കാലത്ത് സാധാരണക്കാരെ വലക്കുകയാണ്. 150 രൂപ വിലയുണ്ടായിരുന്ന 1 കിലോഗ്രാം കോഴിയിറച്ചിക്ക് ഒരാഴ്ച കൊണ്ട് ഉയർന്നത് 70 രൂപയാണ്. ഇറച്ചിക്കിപ്പോൾ 220 രൂപയാണ് വില. കോഴി വിലയിലും ഇതിന് ആനുപാതികമായ വർധനവുണ്ടായി. 1 കിലോഗ്രാം കോഴിക്ക് നേരത്തെ 100 രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ 145 രൂപയാണ് വില. കോവിഡ് നിയന്ത്രണങ്ങൾ കാരണം ഇറച്ചിക്കോഴി വരവ് കുറഞ്ഞതാണ് വില ഉയരാനുള്ള പ്രധാന കാരണം. പ്രാദേശികമായുള്ള ഫാമുകളിൽ നിന്നുള്ള കോഴിയാണ് പ്രധാനമായും മാർക്കറ്റിലെത്തുന്നത്. കോഴിത്തീറ്റയിലെ വിലവർധനവും ഇന്ധന വിലവർധനവും കടുത്ത പ്രയാസം സൃഷ്ടിക്കുമ്പോൾ കോഴിവില ഇനിയും ഉയരുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഈ എണ്ണയ്ക്ക് വില കൂടി എന്ന് പറയുമ്പോൾ മറ്റുള്ള സാധനങ്ങൾക്കെല്ലാം വില കൂടിയാണ്. തീറ്റക്ക് കൂടി, തീറ്റക്ക് ആഴ്ചക്ക് 100-150 കൂടി കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് കൂടി, പിന്നെ അവർ കോഴിക്ക് വില കൂടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഫാമുകൾ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ കോഴികളെ ഇപ്പോൾ ഉള്ളൂ. പിന്നെ തമിഴ്നാട് മറ്റുള്ളവരിൽ നിന്ന് കോഴി വരുന്നത് നമ്മളെ കേരളത്തിലെ കോഴി തന്നെയാണ്. കോഴി ആണെന്നില്ല, അതുകൊണ്ടാണ് ഈ വില കൂടുന്നത്. ഇറച്ചിക്കോഴി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് ആരംഭിച്ച കേരള ചിക്കനും ആശ്വാസമാകുന്നില്ല. കേരള ചിക്കനിലും വില ഗണ്യമായി ഉയരുന്നു. നേരത്തെ 125 രൂപയായിരുന്ന ഇറച്ചി വില കേരള ചിക്കനും നിലവിൽ കിലോഗ്രാമിന് 200 രൂപയാണ്. തർത്തീൽ സീസൺ 1 കുരുന്നുകളുടെ ഖുർആൻ പാരായണ മത്സരം ഗ്രാൻഡ് ഫിനാലെ ശ്രദ്ധേയമായി. വിജയികൾക്ക് KNM മർക്കസ് ദഅവ സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ഉമർ സുല്ലമി സമ്മാനം വിതരണം ചെയ്തു. മലപ്പുറം ജില്ലാ ISM MSM കമ്മിറ്റികൾ സംഘടിപ്പിച്ച തറത്തിൽ സീസൺ 1 കുരുന്നുകളുടെ ഖുർആൻ പാരായണ മത്സരത്തിലെ ഗ്രാൻഡ് ഫിനാലെ ശ്രദ്ധേയമായി. തിരൂർ നൂർ ലൈക്ക് പാർക്കിൽ നടന്ന മത്സരത്തിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് ഫിനാലിൽ പങ്കെടുത്തത്. MT ഉമ്മർ ഹമ്മദ് മയ്യേരിച്ചിറ, ഷാബിൻ റാസ് ഇരിങ്ങല്ലൂർ, റിഫ ചീക്കത്ത് കുഴിപ്പുറം എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. KNM മർക്കസ് ദഅവ സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ഉമർ സുല്ലമി വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. അന്ന് മല്ലാക്കാക്ക് എന്തെങ്കിലും പൈസ മുക്കാൽ കൊണ്ടേ കൊടുക്കുമ്പോഴാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പഠിച്ചത്. ഈ പഠിച്ചു തരുന്ന വല്ലാക്കാക്കും എന്താ പറഞ്ഞതെന്ന് അന്നത്തെ അറിയില്ല. അതങ്ങനെ നീട്ടിങ്ങനെ ഓതും. ഞാൻ ഇപ്പോഴും അന്നത്തെ ഓത്ത് ഇങ്ങനെ ഓർക്കാണ്. കൊല്ലത്തന ഫസിൽ മുത്തന ഫിസൂൻ അങ്ങനെയാണ് ഓത്ത് പഠിക്കേണ്ടത്. കാരണം അതൊക്കെ ഒരു വാക്കുകൾ ഇങ്ങനെ മുറിച്ചിട്ട് അന്നിങ്ങനെ ഒരു വല്ലാക്ക് പഠിപ്പിച്ചിരുന്നു. കൊല്ലത്തന ഫസിൽ മുത്തന ഫിസു ഇങ്ങനെ പഠിപ്പിച്ചില്ല. കൊല്ലത്തന ഫസിൽ മുത്തന ഫിസു എന്നുള്ള 2 വാക്കുകൾ. അപ്പോ ഈ കുട്ടികളൊക്കെ എത്ര അനുഗ്രഹീതരാണ്. അതുകൊണ്ട് നിങ്ങളെ ഖുർആൻ ഇങ്ങനെ ബന്ധപ്പെട്ട് പഠിച്ച് അത് ഉൾക്കൊണ്ട് അങ്ങനെ ഓതി. ഞങ്ങളെ ഖുർആൻ ഓത്ത് കേൾക്കാൻ ഇവിടെ എത്തിയില്ല. സങ്കല്പം ഇങ്ങനെ നോമ്പൊക്കെ ആകുമ്പോൾ രാവിലെ ഒരുക്കി പുറപ്പെടാൻ ഞങ്ങളെ പോയപ്പോൾ ആളുടെ ഒരു വിഷമം ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഓത്ത് കേൾക്കണമെന്ന് താല്പര്യമുള്ള ആളാണ്. MT മനാഫ്,
ടി ആബിദ് മദനി, ഗുൽസാർ തിരൂരങ്ങാടി, ഹബീർ പൊന്നാനി, ജാബിർ തിരൂർ, റാഫി കുന്നുപുറം, ഷെരീഫ് കോട്ടക്കൽ, ജലീൽ വൈരങ്കോട്, ഐവി അബ്ദുൽ ജലീൽ, യൂനസ് മയ്യേരി, ടി കെ ഹാരിസ്, നൌഫൽ പറവന്നൂർ, സുഹൈൽ തിരൂരങ്ങാടി, ടി വി റംഷീദ എന്നിവർ സംസാരിച്ചു. CMC അറഫാത്ത്, മജീദ് രണ്ടത്താണി, ഹബീബ് നിരോൽപാലം, കയ്യൂം കുറ്റിപ്പുറം, ഡോക്ടർ റജുൽ ഷാനിസ്, റിയാസ് ചേളാരി, മുനീർ ചമ്ര എന്നിവർ നേതൃത്വം നൽകി. തിരൂർ മണ്ഡലത്തിലെ പോസ്റ്റൽ ബാലറ്റുകൾ അയച്ചതിൽ ക്രമക്കേടെന്ന ആരോപണം. പിശക് പറ്റിയെന്ന് മനസ്സിലായിട്ടും ഉത്തരവാദിത്വബോധമില്ലാത്ത രീതിയിൽ മറുപടി പറഞ്ഞ് കൈയൊഴുകിയായിരുന്നു റിട്ടേണിംഗ് ഓഫീസറെന്നും പരാതി. തിരൂർ മണ്ഡലത്തിലെ അർഹരായ വോട്ടർമാർക്ക് റിട്ടേണിംഗ് ഓഫീസർ തപാൽ വഴി അയച്ചു കൊടുത്ത പോസ്റ്റൽ ബാലറ്റുകൾ അപൂർണമെന്ന് ആരോപണം. സത്യവാങ്മൂലം നൽകേണ്ട ഫോം 13A, കവർ B എന്നിവ ഇല്ലാതെയാണ് ബാലറ്റ് പേപ്പറും കവർ Aയും മാത്രമായി അയച്ചു കൊടുത്തതെന്നാണ് ആരോപണം ഉയരുന്നത്. ഫോം 13A ഇല്ലാതെ ബാലറ്റ് എണ്ണുന്ന സമയത്ത് സ്വീകരിക്കുന്നതല്ലെന്ന് അറിയാമായിരുന്നിട്ടും റിട്ടേണിംഗ് ഓഫീസറും കാര്യാലയത്തിൽ നിന്ന് കുറേ പേർക്ക് ഈ രീതിയിൽ തപാൽ വോട്ട് അയച്ചു കൊടുത്തത് ഗുരുതരമായ അലംഭാവവും ചട്ടലംഘനവുമാണെന്ന് ഇത് സംബന്ധമായി നൽകിയ പരാതിയിൽ പറയുന്നു. ഇക്കാര്യം റിട്ടേണിംഗ് ഓഫീസറെ വിളിച്ച് പരാതിപ്പെട്ടപ്പോൾ കുറച്ചു പേർക്ക് തപാൽ വോട്ട് അയച്ചപ്പോൾ പാളിച്ച പറ്റിയെന്നും ആവശ്യക്കാർക്ക് തിരൂർ മിനി സിവിൽ സ്റ്റേഷനിലെ ഇറിഗേഷൻ ഓഫീസിൽ ബന്ധപ്പെടാവുന്നതാണെന്നുമാണ് ലഭിച്ച മറുപടിയെന്ന് പരാതിക്കാർ പറഞ്ഞു. പിശക് പറ്റിയെന്ന് മനസ്സിലായിട്ടും തീരെ ഉത്തരവാദിത്വബോധമില്ലാത്ത രീതിയിൽ മറുപടി പറഞ്ഞ് കൈയൊഴുകിയായിരുന്നു റിട്ടേണിംഗ് ഓഫീസർ എന്നാണ് പരാതിയിൽ പറയുന്നത്. ഇതുമൂലം തിരൂർ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള തപാൽ വോട്ടിന് അർഹരായുള്ളവർ ഈ കോവിഡ് കാലത്ത് മിനി സിവിൽ സ്റ്റേഷനിൽ പോയി ഇറിഗേഷൻ ഓഫീസ് കണ്ടുപിടിച്ച് ഫോമുകളും കവറുകളും സ്വീകരിക്കണമെന്ന് പറയുന്നത് തികച്ചും ഉത്തരവാദിത്ത ലംഘനമാണെന്നും പരാതിക്കാർ പറയുന്നു. തിരൂരിൻ്റെ സ്വന്തം ബാലറ്റൻ ഓട്ടോയുമായി ഇന്നും നഗരത്തിലുണ്ട്. 70 പിന്നിട്ടെങ്കിലും മാതൃകാ ഡ്രൈവർക്കുള്ള അവാർഡ് പലതവണ നേടിയ ബാലറ്റൻ ഈ മേഖല കൈവിടാതെ തുടരുകയാണ്. 22ാമത്തെ വയസ്സിലാണ് മഞ്ചേരി സ്വദേശിയായ സുഹൃത്തിന്റെ ലാംബർട്ട ഓട്ടോയുമായി ബാലറ്റൻ തിരൂരിലെത്തുന്നത്. 8 മാസത്തോളം തിരൂരിൽ ബാലറ്റൻ ഓട്ടോയോട്ടിച്ചു. സുഹൃത്തിനെ ഡ്രൈവിംഗും പഠിപ്പിച്ചു. എന്നാൽ കാര്യമായി ഓട്ടമില്ലാതായതോടെ തൃശ്ശൂരിൽ സുഹൃത്തിന്റെ വർക്ക്ഷോപ്പിലെത്തി. എന്നാൽ ഇവിടെ നിന്ന് അധികം വൈകാതെ സുഹൃത്ത് വഴി ലാംബർട്ടയുമായി വീണ്ടും ഡ്രൈവിംഗിലേക്ക് തന്നെ. 1970 മുതൽ കോഴിക്കോടാണ് ജന്മദേശം. അവിടെയാണ് ഓട്ടോറിക്ഷ പഠിച്ചതും വണ്ടി ഓടിച്ചതും. 74 തിരൂർ വന്ന് ഇവിടെ ആദ്യത്തെ വണ്ടി ഞാനാണ് കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പം സ്ഥിരമായിട്ട് തിരൂർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. 51ാമത്തെ വർഷം. 3 മാസം കഴിഞ്ഞപ്പോൾ അതും നിന്നു. സ്വദേശമായ കോഴിക്കോട്ടേക്ക് മടങ്ങി. 8 വർഷത്തോളം ഓട്ടോ ഡ്രൈവറായി വീണ്ടും ഡ്രൈവിംഗ് സീറ്റിൽ. ഇതിനിടയിൽ തിരൂർ മീനടത്തൂർ സ്വദേശിനിയായ സരോജിനെ വിവാഹം കഴിച്ചു. 1989 മെയിൽ തിരൂരിൽ വീണ്ടും എത്തിയ ബാലറ്റൻ 70 വയസ്സിലെത്തി നിൽക്കുമ്പോഴും യുവത്വത്തിന്റെ ചുറുചുറുക്കോടെ ഡ്രൈവിംഗ് സീറ്റിൽ തന്നെയാണ്. അത് ഹരിജന ഗിരിജനങ്ങൾക്ക് 10 വണ്ടിയായിരുന്നു. അതിലാദ്യത്തെ വണ്ടി ഇവിടെ കൊടുക്കുന്നത് തിരൂർ കൊടുക്കുന്നത് ഞാനാണ്. അങ്ങനെ മലപ്പുറത്ത് പോയി രജിസ്റ്റർ ചെയ്ത് അത് തിരൂർ പെർമിറ്റ് കിട്ടി. അങ്ങനെ ഇവിടുത്തെ ടാക്സിക്കാരും ജീപ്പുകാരും പറഞ്ഞ് ഇതിവിടെ വല്ലാതെ മുന്നോട്ട് പോകില്ലല്ലോ മക്കള് എന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ ഈ ടെലിഫോൺ ഓഫീസ് ഇതാ അതിൻ്റെ ഉള്ളിൽ ഇന്ന് രാത്രി വണ്ടി നിർത്തിയത്. ഇന്നൊരാൾക്ക് വെറുതെ കടന്നു ചെല്ലാൻ പറ്റൂല. അങ്ങനെ ഒരു 5-8 കൊല്ലം ഇവിടെ 5-8 മാസം ഇവിടെ നിന്ന്. അങ്ങനെ ഞാൻ കോഴിക്കോട്, കണ്ണൂർ, തിരൂർ, തൃശ്ശൂർ 4 ജില്ലയിൽ വണ്ടി ഓടിച്ച്. മികച്ച ഡ്രൈവർക്കുള്ള പുരസ്കാര പട്ടികയിൽ എല്ലാ വർഷവും ബാലറ്റനുണ്ടാകും. ജനമൈത്രി പോലീസ്, ജോയിന്റ് RTO, വ്യാപാര സംഘടനകൾ തുടങ്ങിയവയൊക്കെ ബാലറ്റനെ ആദരിച്ചിട്ടുമുണ്ട്. കാര്യമായിട്ടൊരു അപകടവും ഇല്ല. ആദരിക്കണ്ട് ഉണ്ടായിരുന്നു. ഇന്ന് ഈ ടൗൺ ഹാളിൽ വെച്ചിട്ട് ജോയിന്റ് RTO ഏറ്റവും നല്ല ഡ്രൈവർക്കുള്ള പുരസ്കാരം തന്ന് അത് താനൂർ MLA അബ്ദുറഹ്മാൻ രണ്ടത്താണിയും C മമ്മൂട്ടി MLAയും ആണ് ട്രോഫികൾ വിതരണം ചെയ്തത്. നിരവധി ആലിഞ്ചുവട് കുനിയത്ത് ഹൗസ് നെല്ലിക്കാട്ട് പറമ്പിൽ ബാലറ്റൻ 4 പെൺമക്കളിൽ 3 പേരെ വലിയ പ്രയാസമൊന്നുമില്ലാതെ വിവാഹം കഴിപ്പിച്ചയച്ചു. 4ാമത്തെയാളുടെ വിവാഹത്തോടെ വീടും പുരയിടവും കടക്കണിയിലായി. 1970-ലാണ് ബാലറ്റൻ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നത്. അന്നു കയറിയ ഡ്രൈവിംഗ് സീറ്റിൽ ഇന്നുമുണ്ട് ബാലറ്റൻ ചുറുചുറുക്കോടെ. തിരൂർ നഗരത്തിന്റെ പ്രിയപ്പെട്ട ബാലറ്റനായി. വൈദ്യുതി നിലച്ചതോടെ വീടുകളിലേക്ക് വെള്ളമെത്തിച്ച് യുവജന കൂട്ടായ്മ. തിരൂർ സ്ട്രൈക്കേഴ്സ് ആനപ്പള്ളിയുടെ പ്രവർത്തകരാണ് 2 ദിവസമായി വൈദ്യുതി ഇല്ലാത്തതിനാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ജനറേറ്റർ സംവിധാനം ഒരുക്കി വെള്ളമെത്തിച്ചത്.
കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വൈദ്യുതി പോസ്റ്റുകൾ മറിഞ്ഞു വീണതിനെ തുടർന്ന് 2 ദിവസമായി വൈദ്യുതി ബന്ധം നിലച്ച തിരൂർ നടുവിലങ്ങാടി ഭാഗങ്ങളിലാണ് യുവാക്കളുടെ മാതൃകാ പ്രവർത്തനം. ജനറേറ്റർ എത്തിച്ച് വീടുകളിലെ മോട്ടോറുകൾ പ്രവർത്തിപ്പിച്ച് ടാങ്കുകളിൽ വെള്ളം നിറച്ചു നൽകി. തിരൂർ സ്ട്രൈക്കേഴ്സ് ആനപ്പടിയുടെ പ്രവർത്തകരാണ് ഈ മാതൃകാ പ്രവർത്തനം നടത്തിയത്. 2 ദിവസമായി വൈദ്യുതി നിലച്ചതുമൂലം വെള്ളമില്ലാത്തതിനാൽ ഏറെ പ്രയാസം അനുഭവിച്ചിരുന്നു ഇവിടെയുള്ള കുടുംബങ്ങൾ. ഇതിനാണ് ഇതോടെ പരിഹാരം കണ്ടത്. വാർഡ് കൗൺസിലർ അബൂബക്കർ, ഇസ്മയിൽ ഭാവ, ബാപ്പുട്ടി, ഹക്കീം, ഷെരീഫ്, നൌഷാദ്, യൂസഫ്, ഷറഫു, ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി. വിൽപ്പനയ്ക്കിടെ 15 ലിറ്റർ മദ്യവുമായി ഒരാളെ തിരൂർ എക്സൈസ് സംഘം പിടികൂടി. താനൂർ കേബ്രം കുണ്ടുങ്ങൽ സ്വദേശി പട്ടേരിപ്പാട് വീട്ടിൽ പ്രവീൺ കുമാറിനെയാണ് തിരൂർ എക്സൈസ് ഇൻസ്പെക്ടർ സജിതയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. താനൂർ പുത്തൻതെരുവിൽ മദ്യവിൽപ്പന നടത്തുന്നതിനിടയിലാണ് കേബ്രം കുണ്ടുങ്ങൽ സ്വദേശി പട്ടേരിപ്പാട്ട് വീട്ടിൽ പ്രവീൺ കുമാറിനെ തിരൂർ എക്സൈസ് ഇൻസ്പെക്ടർ സജിതയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. എക്സൈസ് ഇൻസ്പെക്ടർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പിടികൂടിയത്. 15 ലിറ്റർ മദ്യമാണ് ഇയാൾ ഇന്ന് പിടികൂടിയത്. എക്സൈസ് സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PM ഫസൽ റഹ്മാൻ, പ്രിവന്റീവ് ഓഫീസർമാരായ KM ബാബുരാജ്, അജിത് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ N ബാലു, KV രജീഷ്, മുഹമ്മദ് സാഹിൽ, അബിൻ വിലാൽ എന്നിവരുണ്ടായിരുന്നു. പ്രതിയെ പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കി. വെൽഫെയർ പാർട്ടി 10ാം വാർഷികത്തോടനുബന്ധിച്ച് മണ്ഡലത്തിൽ സേവന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുമെന്ന് മണ്ഡലം ഭാരവാഹികൾ പറഞ്ഞു. വെൽഫെയർ ഹോംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വീടില്ലാത്ത, വീടൊരു സ്വപ്നമായി കഴിയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ പ്രദേശത്ത്, മണ്ഡലത്തിലുണ്ട്. അവരുടെയൊക്കെ അതിൻ്റെ അവകാശികൾ, യഥാർത്ഥ അവകാശികളെ കണ്ടെത്തി അതിനുവേണ്ട വെൽഫെയർ ഹോംസ്, അതായത് വീട് നിർമ്മിച്ചു കൊടുക്കുക, ഒരു കുടുംബത്തിന് താമസിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നതാണ് വെൽഫെയർ ഹോംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയത്തിന് പോരാട്ടത്തിന്റെ 10 വർഷങ്ങൾ ക്യാമ്പയിന്റെ ഭാഗമായാണ് സേവന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. വെൽഫെയർ ഹോം, കുടിവെള്ള പദ്ധതികൾ, കോളനി ശാക്തീകരണം, മദ്യത്തിന് മയക്കുമരുന്നിനെതിരെയുള്ള ബോധവൽക്കരണം എന്നിങ്ങനെയാണ് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളതെന്നും ഇന്നു മുതൽ പദ്ധതികൾക്ക് തുടക്കമാകുമെന്നും നേതാക്കൾ പറഞ്ഞു. 2011 ഏപ്രിൽ 18-ാം തീയതി ഡൽഹിയിൽ വെച്ചാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകൃതമായത്. പാർട്ടിയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് തിരൂർ മണ്ഡലത്തിൽ വിവിധ പാർട്ടി പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വെൽഫെയർ ഹോംസ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയും നിർമ്മിക്കുന്നതിന് വേണ്ടിയും, അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതികൾ, വിവിധ ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ള പദ്ധതികൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു. അതുപോലെ നമുക്കറിയാം, പല കോളനികളും വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. അവയുടെയൊക്കെ കോളനികളുടെ ശാക്തീകരണം എന്ന ഒരു പദ്ധതിയും കൂടി ഞങ്ങൾ ഈ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് സമൂഹത്തിൽ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന മദ്യവും മയക്കുമരുന്നിനുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതോടൊപ്പം അതിനെതിരെയുള്ള പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്യുക എന്നതും കൂടി ഈ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കുന്ന പരിപാടികളാണ്. അതിനുള്ള പ്രഖ്യാപന പരിപാടി കഴിഞ്ഞ ദിവസം സംസ്ഥാന പ്രസിഡന്റ് നിർവഹിക്കുകയുണ്ടായ സംസ്ഥാന തലത്തിൽ. അതിൻ്റെ ഭാഗമായ തിരൂർ മണ്ഡലത്തിലും അതിൻ്റെ പരിപാടികൾ തുടർച്ച ഉണ്ടായിരിക്കും എന്ന് ഞാൻ എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോവിഡ് 2ാം തരംഗത്തിൽ വിറങ്ങലിച്ച് കേരളം. പ്രതിദിന രോഗികളുടെ എണ്ണം റെക്കോർഡ് നിരക്കിൽ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.77%. 25 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. 4565 പേർ രോഗമുക്തരായി. ജില്ലയിൽ പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ വൻ വർധന. 1677 പേർക്ക് രോഗബാധ, 247 പേർക്ക് രോഗമുക്തി. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ 1597 പേർക്ക് രോഗം. വള്ളിക്കുന്ന് അരിയല്ലൂരിൽ കാർ ബൈക്കിലിടിച്ച് തിരൂർ കന്മനം സ്വദേശി മരണപ്പെട്ടു. തിരൂരിൽ മത്സ്യം കയറ്റി വന്ന ഗുഡ്സ് ഓട്ടോ മറിഞ്ഞു. മത്സ്യക്കച്ചവടക്കാരന് പരിക്ക്. തിരൂർ മണ്ഡലത്തിലെ പോസ്റ്റൽ ബാലറ്റുകൾ അയച്ചതിൽ ക്രമക്കേടെന്ന് പരാതി. അനധികൃത മദ്യവിൽപ്പന. താനൂർ കേപുരം സ്വദേശി എക്സൈസ് സംഘം പിടികൂടി. യുവാവിൽ നിന്നും പിടികൂടിയത് 15 ലിറ്റർ മദ്യം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.